ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ നേരം നന്നായിട്ട് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. എണീറ്റ് നേരെ ഞാൻ അമ്പൂനെ ഒന്ന് അങ്ങോട്ട് മയക്കി കിടത്തി അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. ജിനുവാട്ടിന് ഇന്നും ഫുഡ് കൊണ്ടുപോകണം. അപ്പം ഉച്ചത്തേക്കുള്ള കാര്യമാണ് ഞാൻ ഫസ്റ്റ് തന്നെ നോക്കുന്നത് കേട്ടോ. ജിനുവാട്ടിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ. കാരണം അച്ചൂനും ദേവൂനൊന്നും ഇന്ന് എക്സാം ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ല രീതിയിൽ വയറുവേദന ആയതുകൊണ്ട് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഞാൻ കുടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ കിലിങ്ങണ ശബ്ദം കേട്ടു അമ്പുവാവ് ഇന്ന് ചിരിച്ചോണ്ട് എണീറ്റോണ്ട് വരുന്നത് കേട്ടോ. സാധാരണ കരഞ്ഞ് നിലവിളിച്ച് വരുന്ന അമ്പു ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഞാനുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. സാധാരണ അമ്പു എണീക്കുമ്പോഴത്തേക്കും ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ കാണുന്നത് സ്നേഹപ്രകടനമാണ് കേട്ടോ. ഇപ്പൊ എന്നും ഇങ്ങനെയാണ്. ഞാൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു സ്നേഹമാണ്. എന്നെ വിടുകയില്ല കേട്ടോ. കാരണം എപ്പോഴും ഞാൻ ഉണ്ടാവാറില്ലല്ലോ. ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇനി കറി വെക്കുക എന്നുള്ളൊരു ആകെ കൺഫ്യൂഷനിലാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞാനൊരു തീരുമാനം എടുത്ത് ചിക്കൻ കറി വെക്കാന്ന്. ജിനുവേട്ടൻ എന്നോട് സാമ്പാർ വെച്ചാൽ മതി എന്ന് പറഞ്ഞതായിരുന്നു. ചോറ് നന്നായിട്ട് തിളച്ച സമയത്ത് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. ചോറിന്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷനില്ല. തിളച്ച ചോറ് റെഡി. അങ്ങനെ ഇതിനടുത്ത് ഞാൻ കാപ്പി വെക്കാണ് കേട്ടോ. 2 ദിവസം നന്നായിട്ട് മഴ പെയ്തുകൊണ്ട് നല്ല രീതിയിൽ തണുപ്പാണ്. എല്ലാവരും പറയും തണുപ്പാണെങ്കിൽ ഒരു ചൂട് കാപ്പി കുടിക്കണം നല്ലതാണെന്ന്. അങ്ങനെ 2 ദിവസമായിട്ട് കാപ്പി കൂടി ഞാനും ഒരു ശീലാക്കിയിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ കാപ്പിക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തട്ടുകട സ്റ്റൈലിൽ ചായ ആറ്റുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ളതായതുകൊണ്ട് തന്നെ ആ രീതിയിലൊന്ന് ചായ ആറ്റിയാലോ എന്ന് ഞാൻ ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു ഓർമ്മ. പണ്ടങ്ങനെ ആറ്റിയ സമയത്ത് കയ്യിലൂടെ നന്നായിട്ട് ചായ പോയിട്ട് കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇന്നും ഞാൻ അതുപോലെ ആറ്റിയിട്ട് പുറത്തോട്ട് കൊണ്ടുപോയിട്ട് കുടിക്കാന്നാ കരുതുന്ന കേട്ടോ. പുറത്ത് പോയിട്ടുള്ള കാഴ്ച കണ്ട് കുടിക്കുക പറയുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഇഷ്ടമായതുകൊണ്ട് കാപ്പി എടുത്ത് പുറത്തോട്ട് പോകുമ്പോൾ കുറച്ച് കാപ്പി നിലത്ത് പോയിട്ടോ. അതും പതിവുള്ളതാണ്. അങ്ങനെ ഇതാ പുറത്ത് പോകുമ്പോഴേക്കൊന്നും പറയണ്ട കേട്ടോ. ചായന്റെ നമ്മുടെ കാപ്പിയില്ലേ, കാപ്പിപ്പൂ നന്നായിട്ട് ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തെ മഴയുടെയാണ്. അതിന്റെ മണം നമുക്ക് തലവേദന ഉണ്ടാക്കുന്നതാണ് ശരിക്കും. അപ്പോഴേക്കും നമ്മുടെ അമ്പുവാവൻ ജിനുവേട്ടനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ മുറ്റത്തോട്ടാണ് എപ്പോഴും ഇറങ്ങാറ്. കാരണം എൻ്റെ ആമ്പലും താമരയും റോസി ഇതൊക്കെ നോക്കലാണ് എൻ്റെ ഏറ്റവും വലിയ പരിപാടി. ഏറ്റവും കൂടുതൽ ഞാൻ കെയർ ചെയ്യുന്നത് നമ്മൾ ഈ താമരേനെയാണ് കേട്ടോ. താമരേന്റെ ഇലയിൽ മൂഞ്ഞാന്നോ അങ്ങനെ എന്തൂര് പറയുന്നൊരു സാധനം ഉണ്ടായിട്ട് ഇലയും തണ്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ചെടിയുടെ നീര് ഊറ്റി കുടിക്കാൻ വേണ്ടി വരുന്നതാന്നാ പറയാറ്. അപ്പൊ അതിനെയൊക്കെ ഞാൻ കൊല്ലുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വിരിഞ്ഞേക്കുന്ന ഈ ഒരു റോസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 കളർ കൂടിയതാണ് കേട്ടോ. ഇപ്പൊ 2 നേരം ഞാൻ നന്നായിട്ട് വെള്ളമൊഴിച്ച് കൊടുത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഒരു പൂ കഴിഞ്ഞാൽ അങ്ങനെ പൂ വരാറുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ കറിക്ക് ആവശ്യമായ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. റേഷനരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേകും കേട്ടോ. ഞാൻ ഇപ്പൊ ചോറ് ഊറ്റിട്ടുണ്ട്. പകുതി ചോറ് എൻ്റെ കഞ്ഞിച്ചെമ്പിലായിരിക്കും ഉണ്ടാവാറ്. പിന്നെ ഇവിടെ പട്ടിക്കുട്ടിയും അതുപോലെ തന്നെ കോഴി ഉള്ളത് കൊണ്ട് പിന്നെ ടെൻഷനില്ല. പോകുന്ന ചോറ് അവർക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോഴത്തേക്കും ചിനുവേട്ടൻ വയലിൽ പോയിട്ട് നമ്മളെ വാഴയുടെ കൂമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നേന്ത്രവാഴയുടെയാണ് കേട്ടോ. ഇന്ന് വരെ വാഴക്കൂമ്പിൽ നിന്ന് തേൻ എനിക്കൊരു തുള്ളി പോലും കിട്ടിയിട്ടില്ലെങ്കിലും ഇന്നും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഇത്തിരി പോലും തേന് കിട്ടിയില്ല. നല്ല കയ്പുണ്ടായിരുന്നത് കേട്ടോ. ചിക്കൻ കറി മാത്രം ഉണ്ടായിട്ട് എങ്ങനെ കഴിക്കുക വിചാരിച്ച് ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ട് തോരനും കൂടി വെക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് പച്ചക്കറി അരിഞ്ഞാലും അരിഞ്ഞതിന്റെ ഒരു കുഞ്ഞു കഷ്ണം ഞാൻ തിന്നുന്നത് പതിവായതുകൊണ്ട് അതിന്റെ ഒരു വലിയ കഷ്ണം എടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറും കറിയും എല്ലാം ആയി. ജിനുവാടിന് പോവാൻ നന്നായിട്ട് സമയമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനതൊക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ. പാത്രത്തിലൊക്കെ ആക്കി ഞാൻ നേരെ ഇനി ജിനുവാന്റെ ബാഗിൽ കൊണ്ടുവെക്കണം. വെള്ളം തിളച്ചത് നിർബന്ധമായതുകൊണ്ട് തന്നെ കൈ പൊള്ളിയിട്ടാണെങ്കിലും ഫ്ലാസ്കിന്റെ പുറത്തോട്ട് നന്നായി ചൂട് വരുന്നുണ്ട്. ശരിക്കും എൻ്റെ കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഞാൻ ജിനുവാന്റെ ബാഗിലൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജിനുവാട്ടിനെ അങ്ങനെ ഞാൻ ജോലിക്ക് പറഞ്ഞു വിട്ടു കേട്ടോ. ജിനുവാട്ടിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇനി അടുത്ത് വേറൊരാളെയും കൂടി പറഞ്ഞു വിടാനുണ്ട്. നമ്മളെ അമ്പുവാവേനെയാണ് കേട്ടോ. അങ്ങനെ അമ്പുവാവൻ ഈ ചിക്കൻ കറി എല്ലാം കൂട്ടി കുറച്ച് ചോറാണ് ഉണ്ടത്. ചോറുണ്ടതിന് ശേഷം ഞാൻ അമ്പുവിന്റെ അച്ഛമ്മേന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അതിനുശേഷം എനിക്ക് വന്നിട്ട് ദേവുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുണ്ട്. ദേവുവിന് നല്ല രീതിയിൽ പല്ലുവേദനയായിരുന്നു കേട്ടോ. സ്കൂട്ടിയിൽ പോകുമ്പോൾ എല്ലാവർക്കും കൂടി പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അമ്പുവിനെ തറവാട്ടിലേക്ക് കൊണ്ടാക്കുന്നത്. ഞാൻ കൊണ്ടാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു അമ്പു നല്ല രീതിയിൽ കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിത് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഫുഡെല്ലാം കഴിച്ച് ഒരുങ്ങി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകട്ടോ. അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.